ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും നന്നായിട്ട് ക്ലാസ്സൊക്കെ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. ആൻഡ് ക്ലാസ്സൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിയാറായി. പിന്നെ ഇപ്പോൾ ഞാൻ പെൻഡിങ് ടോപ്പിക്സാണ് തീർത്തുകൊണ്ടിരിക്കുന്നത്. പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും കാരണം കുറേ ക്ലാസ് പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ തീർക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ എക്സ്പെരിമെൻ്റൽ ഫിസിക്സ്, പിന്നെ കെമിസ്ട്രീൻ്റെ ലാബ്, ഇതെല്ലാം കേൾക്കാനുണ്ട്. അതും പെൻഡിങ് ആണ്. അപ്പോൾ നല്ല ടെൻഷനുണ്ട്. പക്ഷെ ടെൻഷൻ അടിച്ചിട്ടൊരു കാര്യമില്ല. ടെൻഷൻ അടിക്കാനുള്ള സമയമില്ല. പക്ഷെ ടെൻഷൻ അടിക്കുന്നുമുണ്ട്. എന്തോ. ഇനി മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷൻ. ടോപ്പിക്സ് തീരൂലേ, റിവിഷൻ എന്തായാലും ചെയ്യാൻ എനിക്ക് സമയമില്ല. അപ്പോൾ എക്സാമിൻ്റെ ഇടയിൽ നമുക്ക് ഒരു ദിവസമോ 2 ദിവസമോ മറ്റോ ഗ്യാപ്പുണ്ട്. അപ്പോൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്യുക, പ്രീവിയസ് ഇയർ നല്ലോണം ചെയ്യണം. അതൊക്കെയാണ് എൻ്റെ ഒരു തീരുമാനം. പിന്നെ ഈ മോഡൽ എക്സാം ഓഫ്ലൈനായിട്ട് എഴുതുന്നതാണോ നല്ലത് എന്നുള്ളത് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയും, എനിക്കെന്തായാലും ഓഫ്ലൈനായിട്ട് എഴുതാനാണ് ഇഷ്ടം. അതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം നമ്മൾ ട്രാവൽ ചെയ്ത് പോയി നമ്മളങ്ങനെ ശീലിക്കണ്ടേ. ട്രാവൽ ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് നല്ല ക്ഷീണം കാണും. മെയിൻ എക്സാമിന് അതുപോലെ തന്നെയാണല്ലോ. പുതിയൊരു സ്കൂള്, പുതിയൊരു ആംബിയൻസ്. ഇപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്ന സെൻറ്ററിൽ നമ്മളിപ്പോൾ എപ്പോഴും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അത് നമ്മളതുമായിട്ട് യൂസ് ആയിട്ടുണ്ടാവും. പക്ഷേ മെയിൻ എക്സാമിന് നമ്മൾ കാണാത്തൊരു സ്കൂളിലേക്കാണല്ലോ പോകുന്നത്, വേറെ തന്നെ ഒരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ പെട്ടെന്ന് മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ അതുമായിട്ട് അഡാപ്റ്റ് ആവണം. ഏത് സിറ്റുവേഷനിൽ നമ്മൾ കൊണ്ടിട്ടാലും, ഏത് സിംഹക്കൂട്ടി കൊണ്ടിട്ടാലും നമ്മൾ അവിടെ സർവൈവ് ചെയ്യണം. അതുപോലെയാണ് സത്യത്തിൽ ഈ നീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, ഓഫ്ലൈൻ എക്സാം എഴുതുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കെന്തായാലും ഓൺലൈനായിട്ട് എഴുതുമ്പോൾ ഒരു ശ്രദ്ധയും കിട്ടാറില്ല. ഞാൻ പല കാര്യങ്ങളിലേക്കും ഡീവിയേറ്റ് ആയിട്ട് പോകും. ഫോണിൽ നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ശ്രദ്ധ മൊത്തം പാളും. സോ ഓഫ്ലൈൻ ഈസ് ബെറ്റർ ദാൻ ഓൺലൈൻ. പിന്നെ രാവിലെ എണീച്ചിട്ട് ഈ ഒരു തണുപ്പിന് പഠിക്കുക എന്ന് പറയുന്നത് നല്ല സുഖമാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ രാവിലെ ഒന്ന് എണീറ്റ് ഒന്ന് ടെറസിലൊക്കെ പോയിട്ട് ഒരു കട്ടനൊക്കെ ഇട്ട് കുടിച്ച് നോക്ക്. നല്ല സുഖമാണ്, നല്ല വൈബാട്ടോ. പിന്നെ അതിപ്പോൾ നമുക്കറിയാത്ത പോലെ എന്തായാലും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഓക്കെ ഗൈസ്, കൊണയടിച്ചിരിക്കാൻ സമയമില്ല, ഞാൻ പോവാണ്. അപ്പോൾ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു. ബൈ.